നാഞ്ചിനാട്ടിലെ കൊളച്ചൽ എന്ന തീരദേശ ഗ്രാമമാണ്. കൊളച്ചൽ യുദ്ധത്തിലൂടെ നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു ഗ്രാമമാണ്. എന്നാൽ 1000 ആണ്ടുകൾ പഴക്കമുള്ള ഒരു തുറമുഖ ഗ്രാമം കൂടിയാണ് ഈ കൊളച്ചൽ. കൊളച്ചലിന് ഈ പേര് വരാൻ കാരണം രസകരമാണ്. ഇവിടെ ധാരാളമായി ലഭിക്കുന്ന മത്സ്യങ്ങളിൽ ഒന്നാണ് ഈ കൊളാച്ചി എന്നറിയപ്പെടുന്ന ഈ മത്സ്യം. ഈ മത്സ്യത്തിൽ നിന്നാണ് ഇതിന് കൊളച്ചൽ എന്ന പേര് വന്നു എന്ന് പറയപ്പെടുന്നു. വാസ്കോഡ് ഗാമ ആണ് ഇതിന് കൊളച്ചൽ എന്ന പേരിട്ടതെന്നും ഒരു ഭാഷ്യമുണ്ട്. എന്തായാലും ഒരു മത്സ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രാമത്തിൽ ധാരാളം കാണാനും ധാരാളം ജീവിതങ്ങൾ അറിയാനുമുണ്ട് എന്നതാണ് യാത്ര. இது 50 வருஷத்துக்கு மேலே இருக்கா? 50 வருஷத்துக்கு முன்னாலே இருக்கு. நாங்கள் இங்கே வந்து 50 வருஷம் 50 வருஷத்துலேயே நாங்கள் இந்த அதுக்கு தான் இருக்கோம். இந்த ஊரில் பூர்வீகமே இந்த தொழில் தான். இந்த தெருவு நெசவாள தெரு. நெசவாள தெரு. குளச்சல் நெசவாள தெருன்னா தெரியும். இப்படி நிறைய ஊரில் அம்சி தேங்காய்பட்டினம் திருவாங்கோடு நிறைய ஊர்ல இருக்கு. இதே மாதிரி 125 வேட்டு இந்த பாவலை இருக்கும். இதுல முன்னே இருக்கும், சில பிந்து இருக்கும். குறவா வந்தா நமக்கு நஷ்டம். வலிவில வச்சு நெய்தா கரெக்டா இருக்கும். வலிவிட இது நல்ல ஸ்ட்ராங்கா இருக்கணும். തേങ്ങാപട്ടണം, കൊളച്ചൽ, തിരുവിതാംകോട്, തക്കല തുടങ്ങിയ ഈ നാഞ്ചിനാടിലെ ഗ്രാമങ്ങൾ ഒരു കാലത്ത് നെയ്ത്തിന് ലോകപ്രശസ്തമായിരുന്നു. ഡച്ചുകാർ ഈ പ്രദേശങ്ങളിലെ പലരിൽ നിന്നും, പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ നിന്നും നെയ്ത്ത വസ്ത്രങ്ങൾ അവർ പല യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും അക്കാലത്ത് 18-ാം നൂറ്റാണ്ടിൽ കയറ്റി അയച്ചിരുന്നു. തിരുവിതാംകോടുള്ള തെരുവിൻ്റെ പേര് അഞ്ചുവന്നം തെരുവ് എന്നാണ്. ഈ അഞ്ചുവന്നന്മാർ എന്നുള്ളത് ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് മധുരയിൽ നിന്ന് പലായനം ചെയ്തു വന്ന ജൈന സമൂഹത്തിലെ നെയ്ത്തുകാർ, അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്നാണ് ചരിത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അവർ നല്ല നെയ്ത്തുകാരും അതിൽ വിദഗ്ധരുമായിരുന്നു. അങ്ങനെ അവർ തെരുവുകൾ കേന്ദ്രീകരിച്ച് താമസം തുടങ്ങി. അങ്ങനെയാണ് ഈ പ്രദേശങ്ങളിൽ നെയ്ത്ത് വ്യാപകമായി വന്നത്. കൊളച്ചലിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ബ്രൗൺ ചിപ്പിയാണ് ഇത്. ശരിക്കും ഈ ചിപ്പി, ഒരു കാലത്ത് ഈ ചിപ്പി കൊണ്ടുള്ള ധാരാളം വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ചിപ്പി അപ്പം, ചിപ്പി തോരൻ, ചിപ്പി പെരട്ടിയത്, ഇങ്ങനെ പലതരത്തിലും. ശരിക്കും നമ്മുടെ ലോകത്ത് കാണപ്പെടുന്ന 3 ചിപ്പികളിൽ പ്രധാനമായിട്ട് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഇത് ബ്രൗണും ഗ്രീനുമാണ്. ഈ ഗ്രീൻ ശരിക്കും ഈ പറയുന്ന പൊഴിയിടങ്ങളിലും അതുപോലെ തന്നെ പുഴകളിലും ഒക്കെയാണ് കിട്ടിയിരുന്നത്. ഈ കൊളച്ചലിൽ ഈ ചിപ്പിയെക്കുറിച്ച് വന്ന ഒരു പഠനത്തിൽ പാറ്റേഴ്സൺ എഡ്വാർ എന്ന സയൻറ്റിസ്റ്റ് നടത്തിയ ഒരു പഠനത്തിൽ അദ്ദേഹം ഈ തൂത്തുക്കുടിയിലുള്ള സുഗന്ധി മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് കൊളച്ചലിൽ ഈ ബ്രൗൺ ചിപ്പി എത്തിയത് ഒമാനിൽ നിന്നാണെന്നാണ്. ഒമാനിൽ നിന്ന് ഈ തുറമുഖത്തോട്ട് വ്യാപാരമുണ്ടായിരുന്നുവെന്നും അതിന് നൂറ്റാണ്ടുകളോളം അതിന് പഴക്കമുണ്ടായിരുന്നുവെന്നും 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ചിപ്പി വിഭാഗത്തിൽപ്പെട്ട ഈ ബ്രൗൺ ചിപ്പി ഇവിടെ എത്തിയതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ പറയുന്നത്.
1741 നടന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ നടന്ന കൊളച്ചൽ യുദ്ധത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ കാണുന്നത്. കൊളച്ചലിലെ യുദ്ധ സ്മാരകത്തിന് അടുത്തായിട്ടാണ് ചിത്രീകരണം. 1741 ജൂലൈ 31 യുദ്ധം നടന്നതെന്നും അതെല്ലാം ആഗസ്റ്റ് 10 നടന്നതെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. എന്തായാലും ഡച്ചുകാർ ശരിക്കും വലിയൊരു ശക്തിയായിരുന്നില്ല ഇന്ത്യയിൽ അധിനിവേശം വന്ന ശക്തികൾ. എന്നാൽ അവരുടെ കീഴിൽ ഈ ശ്രീലങ്കയും മറ്റു പല രാഷ്ട്രങ്ങളുടെയും അവിടെയൊക്കെയുള്ള വ്യാപാരത്തിൻ്റെ ആധിപത്യം അവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം അവർക്ക് ഈ മലബാറിലും സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാര ആധിപത്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് കുറഞ്ഞു വന്നു. അതുമാത്രമല്ല, മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയതിന് ശേഷം ചെറിയ ചെറിയ അന്നത്തെ നാട്ടുരാജ്യങ്ങളായ ഈ വടക്കൻകൂറ്, തെക്കൻകൂറ്, കായംകുളമൊക്കെ അദ്ദേഹം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലും പലതും പിടിച്ചെടുക്കുകയും ചെയ്തു. കായംകുളം മഹാരാജാവ് ഈ പറയുന്ന അന്നത്തെ നാടുവാഴി ഡച്ചുകാരോട് അഭയം തേടിയെന്നും അവർ മാർത്താണ്ഡവർമ്മയോട് യുദ്ധം ഈ കായംകുളത്തോട് യുദ്ധം ചേരുന്നതൊക്കെ അഭ്യർത്ഥിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും ഡച്ചുകാരുടെ ശക്തി പ്രകടനത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു അവർ ഈ ശ്രീലങ്കയിൽ നിന്ന് ഈ മാർത്താണ്ഡവർമ്മയെ പരാജയപ്പെടുത്താനും തിരുവിതാംകൂർ പിടിച്ചെടുക്കാനും മേലാധിപത്യം സ്ഥാപിക്കാനുമായിട്ട് വന്നപ്പോൾ അന്നത്തെ പ്രധാന തുറമുഖങ്ങളിലൊന്ന് ഈ കൊളച്ചലായിരുന്നു. ഈ കൊളച്ചലിലായിരുന്നു അന്ന് യുദ്ധം നടന്നത്. കൊളച്ചലിൽ അന്ന് ശരിക്കും യുദ്ധത്തിൽ ഡച്ചുകാരുമായി യുദ്ധം ചെയ്യാൻ അന്ന് നായർ പടയാളികൾക്ക് കഴിയുമായിരുന്നില്ല. നായർ പടയാളികൾക്ക് കടലിലൂടെയുള്ള യുദ്ധത്തിൽ പ്രാവീണ്യരല്ലായിരുന്നു. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് ശരിക്കും ഈ യുദ്ധത്തിലെ വീരനായകർ. മാർത്താണ്ഡവർമ്മ നയിച്ച യുദ്ധത്തിൽ പോലും യുദ്ധത്തിലെ വീരനായകർ ഇവിടത്തെയും തേങ്ങാപ്പട്ടണത്തെയും മത്സ്യത്തൊഴിലാളികളാണ്. ഡച്ചുകാരുടെ കോട്ടയെ ആക്രമിച്ചു. അതുപോലെ തന്നെ 24ഓളം ഡച്ച് ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചു. 380ഓളം അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തു. അതിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഡച്ച് ഉദ്യോഗസ്ഥൻ ഡിലനോയിയെ മാർത്താണ്ഡവർമ്മയുടെ അടുക്കൽ കൊണ്ടുവരുന്ന രംഗം, ഡിലനോയി കീഴടങ്ങുന്ന രംഗമാണ് ഈ ചിത്രീകരണത്തിൽ നമുക്ക് കാണുന്നത്. ഡിലനോയി പിന്നീട് തിരുവിതാംകൂർ ചരിത്രത്തിൽ വളരെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. കാരണം തിരുവിതാംകൂറിൻ്റെ സൈന്യത്തെ ആധുനികവൽക്കരിച്ചത്, തിരുവിതാംകൂറിൽ അതുപോലെ ഈ പീരങ്കിയുടെയും തോക്കിൻ്റെയൊക്കെ ഉപയോഗം തിരുവിതാംകൂറിനെ സൈന്യത്തിന് പഠിപ്പിച്ചത്, ഇവിടുത്തെ പല കോട്ടകളും കെട്ടിയത് ഈ ഡിലനോയിയാണ്. ഡിലനോയി പിന്നീട് ഉദയഗിരി കോട്ടയിൽ വെച്ചാണ് 1700കളുടെ അവസാനം അദ്ദേഹം മരണമടയുന്നത്. നാട്ടിനാടിനെ കേരളക്കരയുമായി ബന്ധിപ്പിച്ച സാഹിത്യത്തിന് ഒരുപാട് ബഹുമാനങ്ങൾ നൽകിയ, ഭാഷയ്ക്ക് അതിരുകളില്ല എന്ന് തെളിയിച്ച വ്യക്തിത്വമാണ് ബഹുമാന്യനായ കൊളച്ചൽ യൂസുഫ് സാഹിബ് അവർ. അദ്ദേഹം 30ലധികം മലയാള പുസ്തകങ്ങൾ തമിഴ് ഭാഷയിലോട്ട് മൊഴിമാറ്റം ചെയ്ത് കഴിഞ്ഞു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വദേശം കൊളച്ചലാണ്. കൊളച്ചലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കൊളച്ചലിലായിരുന്നല്ലോ ബാല്യം. ഞങ്ങളൊക്കെ കൊളച്ചലിനെ കുറിച്ച് കേൾക്കുന്നത് യുദ്ധം എന്നുള്ള രീതിയിൽ മാത്രമാണ്. എന്താണ് കൊളച്ചലിനുള്ള ഈ താങ്കളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയൊരു പ്രത്യേകത? കൊളച്ചലിൽ എൻ്റെ ബാല്യകാലത്തിൽ അവിടെ ഒരു ചെറിയ ലൈബ്രറി ഉണ്ടായിരുന്നു. ചെറിയ ലൈബ്രറി എന്ന് പറഞ്ഞാൽ 2 പത്രം മാത്രം വരുന്ന ഒരു ചെറിയ ലൈബ്രറി. അപ്പോൾ എല്ലാവരും ഇത് ഇവിടെ കളിക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും വായിക്കാമെന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള ദേഹപുഷ്ടിയോ അതുപോലുള്ള ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു ഫീൽഡ് വേണം. അതുകൊണ്ട് ചെറിയ വയസ്സിൽ 8-10 വയസ്സിരിക്കുമ്പോൾ അവിടെ ലൈബ്രറിയിൽ പോയി വായിക്കാൻ തുടങ്ങി. വായിക്കാതെ അത് വളരെ ഒരു ഭയങ്കര ശീലമായി പോയി. 30ലധികം കൃതികൾ, ബഷീറിൻ്റെ ഏകദേശം മുഴുവൻ കൃതികൾ, MTയുടെ 4 കെട്ട്, കാലം, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് തസ്കരൻ മണിയമ്പിള്ളയുടെ, പിന്നെ നളിനി ജമീലയുടെ ആത്മകഥ, സിസ്റ്റർ ജസ്മിയുടെ ആമേൻ, അതുപോലെ തന്നെ രാമചന്ദ്രൻ നായരുടെ
പിന്നെ അജിതയുടെ നക്സൽഡൈറ്റ്സ്, ഇത്തരം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകങ്ങളൊക്കെ താങ്കൾ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞു. കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഏറ്റവും ഇതിൽ ആസ്വദിച്ച് ചെയ്ത ട്രാൻസ്ലേഷൻ ഏതാണ്? എനിക്ക് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ ബഷീറിൻ്റെ പുസ്തകമാണ്. ബഷീർ ശരിക്കും ഒരു വെല്ലുവിളി ആയിരുന്നില്ലേ ട്രാൻസ്ലേഷനിൽ? ബഷീറിൻ്റെ പ്രയോഗങ്ങൾ ഇല്ല, ഇത് എനിക്ക് അത് ഒരു പക്ഷേ വെല്ലുവിളിയായിരിക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്ന ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്തുകൊണ്ട് എനിക്കത് വെല്ലുവിളി മാത്രമല്ല, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മാറ്ററാണ്. കന്യാകുമാരി ജില്ലയിൽ കുളച്ചൽ തൊട്ട് കോഴിക്കോട് വരെയുള്ള മാക്സിമം കടലോര പകുതി എന്ന് പറയാം, മലയാളത്തിൽ എന്താ പറയാ, ശിശോർ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഒരേ ടൈപ്പായ ഒരു മുസ്ലിങ്ങളിൽ മാക്സിമം ഡിഫറൻസ് ഒന്നും കാണില്ല അവർക്ക്. ഡ്രസ്സ് ഇതുപോലുള്ളത്, പിന്നെ ഫാമിലി അവരുടെ ഡെയിലി നിത്യ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ. ഇപ്പോൾ ബഷീറിൻ്റെ കഥകളിലൊക്കെ മാക്സിമം അതുപോലുള്ള സാധനങ്ങളാണ് വരുന്നത്. മാത്രമല്ല അത് വെല്ലുവിളിയായിരിക്കാം, പക്ഷേ എനിക്കത് വെല്ലുവിളി ഇല്ലാത്തത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നതാണ്. ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഏതോ ഒരു വർക്ക് മാത്രമല്ല, എനിക്ക് തമിഴിൽ നോവലോ ശാസ്ത്രീയൊക്കെ മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് എഴുതാം. പക്ഷേ എനിക്ക് ഞാൻ എഴുതുന്നതിനേക്കാൾ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും മറ്റേ ട്രാൻസ്ലേഷനാണ്. കുളച്ചിലിനടുത്തുള്ള മണവാളക്കുറിച്ചി എന്ന മറ്റൊരു തീരദേശ ഗ്രാമമാണ്. നമ്മുടെ ആലപ്പാട്ടും അതുപോലെ തന്നെ ചവറയിലുമുള്ള കരിമണലുകളെ പോലെ ഇവിടെയും കരിമണലിന് പ്രശസ്തമായ ഒരു ഗ്രാമമാണ്. വർഷങ്ങളായി ഇവിടെ കരിമണൽ ഖനനവും നടന്നു വരുന്നുണ്ട്. ഈ ഫിലിം ഡിവിഷൻ നിർമ്മിച്ച രാമുകാരിയായിട്ട്, ചെമ്മീനൊക്കെ എടുത്ത രാമുകാരിയായിട്ട് സംവിധാനം ചെയ്ത, അതിൽ തന്നെ KG ജോർജാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, മണവാളക്കുറിച്ചി മൈ വില്ലേജ്. അതിൽ 1973 വന്ന ഡോക്യുമെൻ്ററിയാണ്. അതിൽ അന്ന് ഇവിടെ നടന്നു വരുന്ന കരിമണൽ ഖനനത്തെക്കുറിച്ചും ഇന്ത്യൻ റെയർ എർത്ത് ഫാക്ടറിയെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ കയർ വ്യവസായം, തേങ്ങ ഈ നാടിന് എങ്ങനെ ഉപജീവനമായിട്ട് മാറുന്നു, ഇവിടുത്തെ കൃഷിയൊക്കെ അതിൽ മനോഹരമായിട്ട് ആ ഡോക്യുമെൻ്ററിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ഈ നിരന്തരമായ ഈ ഖനനം മൂലം പ്രദേശവാസികൾ റേഡിയേഷൻ മൂലം ക്യാൻസറിനൊക്കെ അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ അമുദനെ പോലുള്ള ഡോക്യുമെൻ്ററി സംവിധായകർ ഡോക്യുമെൻ്ററി തന്നെ എടുത്തിട്ടുണ്ട്. December 26 ലോകമൊട്ടാകെ ആഞ്ഞടിച്ച സുനാമി ഈ കുളച്ചൽ എന്ന തീരദേശ ഗ്രാമത്തെയും നന്നായി പരിക്കേൽപ്പിച്ചു. നാഞ്ചിനാട്ടിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ തുറമുഖങ്ങളിൽ ഒന്ന് കൂടിയാണ്. ഇവിടെ അന്നത്തെ സുനാമിയിൽ 500-ലധികം പേരാണ് മരിച്ചത്. ആ മരിച്ച ആൾക്കാരിൽ നിന്ന് 414 പേരെ മറമാടിയ ഒരു കുഴിയിൽ മറമാടിയ പ്രദേശമാണിത്. അപ്പോൾ അന്നത്തെ സുനാമിയുടെ ഭീകരത ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് അന്ന് തിരമാലയ്ക്ക് 5 മീറ്ററോളം ഉയരം ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും കടലിനോട് പൊരുതി ജീവിക്കുന്ന ഈ ജനതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മരണപ്പെട്ട 414 പേരുടെ പേരുകളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അവർക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം.